ഞാനത് നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസം എനിക്ക് നല്ലവരാണ്. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് പറയാറ്, രണ്ടാമത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്റ്റേറ്റ് കൂടി കിട്ടും. അപ്പൊ ഞാൻ സാറേ എനിക്ക് പറ്റിയോ, എന്നെ ഇത് ബ്രാഞ്ചാക്കി തരിക, അല്ലെങ്കിൽ എന്നെ അത് മാറ്റണമെന്ന് ഞാൻ തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രാഞ്ചാക്കി തന്നു. പക്ഷെ ഇപ്പോഴത്തെ കഥ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് പോലീസ് സ്റ്റേറ്റ് കിട്ടുന്നതാണ് ഞാൻ അത് കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേറ്റിനോട് എഴുതാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ ഈ മൈക്രോ ഓഫീസിന്റെ സ്റ്റേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്നതാണ്. പിന്നീട് ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞങ്ങളോടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസേഴ്സായിരുന്നു. ഞങ്ങൾക്കൊന്നും ഓഫീസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാലത്ത് ഞങ്ങളെ പോലെ ഒരുവരെ പിടിച്ചൊരു ഇൻചാർജ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പോളിസി അടിക്കാനൊന്നും പറ്റിയത്. ആ കാലയളവില് വൈകിട്ട് ഞാൻ അറിയിച്ചാൽ ഞാൻ എന്റെ വൈകിട്ട് ബന്ധപ്പെട്ട് വരികയും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ്. എടുത്തു പറയാൻ ഈ സമയത്ത് എനിക്ക് രണ്ട് വാക്ക് അദ്ദേഹത്തെ പറയാതിരിക്കാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഈ ലോകത്തെ ഏതെല്ലാം പോളിസികളുണ്ടോ അതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ്. എനിക്കെന്നാൽ ഒരു കാര്യം അറിയത്തില്ല. മോട്ടോർ പോളിസികൾ അടിച്ചു നിന്നു. പിന്നീടുള്ള പോളിസികളെല്ലാം വൈകിട്ടുണ്ടാവുന്ന അദ്ദേഹത്തെ കാണുകയും എന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത്. അപ്പൊ അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമയാണ്. പറയാതിരിക്കാൻ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു മനസ്സിനും നല്ല വ്യക്തിത്വവും അതുപോലെ തന്നെ ജോലിയോട് അർപ്പണ ബോധവും കൃത്യനിഷ്ഠയുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പറ്റി എനിക്ക് കൂടുതൽ പറയാനൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. സമയം സന്ധ്യയായി, നമുക്ക് അധികം മുന്നോട്ട് പോകണ്ട. ആദ്യമായി ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ രാജമാനെ രവീന്ദ്രനാഥ് സാറിനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ the profile of our beloved Devendra sir on the occasion of his farewell. Devendra Kumar Singh, born on 28 May 1966, to late Mr. Kumaran and late Mr. Amani, the humble family at Charlie House, Amara, Madavalli, Kottayam district. After completing his primary education from PRDS LP School, Amarapuram, Devendra sir has completed 35 years of dedicated and sincere service to our esteemed organization. Your knowledge and experience in all the department, like underwriting, claims, accounts, especially claims, and above all your willingness to share your valuable experience and knowledge to juniors like me is much appreciated. Devendra sir, as an officer who has maintained his humility, honesty, hard work and obedience. Presidential address ആണ് രവീന്ദ്ര സർ. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇൻഷുറൻസിൽ 23 വർഷമായി ജോലി ചെയ്യുന്നു. സാറ് ഇപ്പൊ 35 വർഷം നമ്മുടെ ന്യൂ ഇന്ത്യയിലെ സർവീസിൽ ഇതിലൊക്കെ സംഭവിച്ചത് ഇത്രയും വളരെ ദീർഘമായ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും ഒരു മുഖ്യമായ കാര്യം. ഒരുമിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും എപ്പോഴും മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. സമാധാനമായിട്ടുള്ള കമ്പനിയുടെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ പോലും എപ്പോഴും ഒപ്പം ഉണ്ടാകും. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാറ് വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ച് മുന്നേറി ഇവിടെ നമ്മുടെ ന്യൂ ഇന്ത്യയിൽ ജോലി കിട്ടി. അതിനേക്കാളും സാറിന് നമ്മുടെ റീജിയണൽ ഓഫീസിന്റെ റീഡിങ്ങിനൊക്കെ പോകാൻ ഒന്നിച്ച് റൂമിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്, രവീന്ദ്രൻ ഞാനിവിടെ ഇരിക്കുന്ന ആളല്ല, റിസർവ് ഒരാളാണ്. ആദ്യമായി സാറിന് ജോലി അപ്പോയിന്റ്മെന്റ് വന്നത് റിസർവ് ബാങ്കിലാണ്. റിസർവ് ബാങ്കിന്റെ തിരുവനന്തപുരം ശാഖ അല്ലെ, അവിടെ സാറിന് അപ്പോയിന്റ്മെന്റ് ചില സാഹചര്യങ്ങൾ സാറിന് അവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് എങ്കിൽ പോലും അതിനേക്കാളും അതിനോടൊപ്പം തന്നെ
കിടന്നിരിക്കുന്ന നമ്മുടെ യൂണിറ്റി അഷുറൻസിന്റെ കമ്പനിക്ക് ജോലി നേടാൻ സാധിച്ചു. അതൊരു അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയ വന്നിട്ടുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചു വളർന്ന് തന്റെ ജീവിതമാർഗം കമ്പനിയിൽ കൂടിയാണ് സാധിച്ചെടുത്തത്. ഇപ്പോഴും വളരെ നന്ദിയോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിംഗ് ഇതൊരു ഔപചാരികമായിട്ടാണ് സാധാരണമായിട്ട് അറിയിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റിംഗിന്റെ നിലപാട് കൊടുക്കുന്ന സാധനത്തിനെ എത്തിച്ചു. അങ്ങനെ വളരെ പ്രൗഢഗംഭീരമായ ഒരു ഇതൊക്കെ ചടങ്ങ് ചെയ്ത് വെച്ചു. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കിയ ഒരു ഇതാണ്. അപ്പോൾ വളരെ മനോഹരമായ അതിന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ സാറിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ നിർദ്ദേശിക്കുന്നില്ല, വളരെ സമയം പോയി. സാറിനെ സംബന്ധിച്ച് പ്രൊഫൈൽ വെച്ച് പറഞ്ഞ പോലെ സാറിന് 14 വർഷം ഈ മല്ലപ്പള്ളി മെട്രോയിലെ അതിഗംഭീരമായ സേവനം നൽകുകയും കമ്പനിയുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ അറിയാം. സംസാരിച്ച സന്തോഷമാണ്. ഒരു മൈക്രോ ഓഫീസിൽ ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണ് സാറ് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ആ മൈക്രോ ഓഫീസിലെ എല്ലാ ഏറ്റവും ജോലികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് അദ്ദേഹം 14 വർഷത്തോളം ഈ മല്ലപ്പള്ളി മൈക്രോ ഓഫീസിനെ മുന്നോട്ട് നയിച്ചു. പുതിയൊരു പ്രത്യേക സാഹചര്യത്തിൽ കമ്പനിയാണ് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തിയതുകൊണ്ട് നമ്മുടെ കേന്ദ്ര സുഹൃത്തുക്കളോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കർണാടക ബ്രാഞ്ചിലെ നിങ്ങൾക്ക് നമുക്ക് പങ്കെടുത്തിരിക്കേണ്ട എല്ലാവർക്കും അവിടെ ഇവിടെ കിട്ടിയതുപോലെ തന്നെയുള്ള സഹകരണം അവിടുന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ സാറിന് എല്ലാവിധ ആയിരങ്ങളുടെ സഹിതത്തോടു കൂടിയ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ. ഒരു മെമ്പറാണ്. അദ്ദേഹത്തിന്റെ ഈ റിട്ടയർമെന്റിന്റെ ജീവിതം തുടങ്ങിയ സമയത്ത് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഷോൾ മൊമെന്റ് നൽകുന്നതിനാണ് അതിന്റെ പ്രതിനിധികളെ ക്ഷണിക്കുന്നത്. കൊച്ചു പിള്ളേരുടെ മനസ്സെന്നൊക്കെ പറയുന്ന ഒരാളാണ്. അത് പൊട്ടിച്ചിരിക്കുന്ന കേട്ടാൽ നമ്മൾ സത്യം പറഞ്ഞാണ് ഞാൻ ചിലപ്പോൾ പെതുക്കെ ചിരിക്കുന്നു പറയും. അതായത് സാറ് തമാശ കേട്ടാൽ അത് ആസ്വദിച്ച്, അതായത് എനിക്ക് മനസ്സിലാക്കില്ല ആളുകളെ സംബന്ധിച്ചിട്ട് അവിടെ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ അധികം കണ്ടിട്ടില്ല. അവരെപ്പോഴും ചിരിയൊക്കെ പറഞ്ഞാൽ ഒരു അടക്കി നിർത്താനുള്ള ഒരു ടെൻഡൻസിയാണ്. പക്ഷെ സാർ അങ്ങനെയല്ലോ, സാർ എപ്പോഴും നമ്മൾ ഈ ചിക്കനച്ചമ്മന്റെ കഥ പറഞ്ഞാൽ സാർ പൊട്ടിച്ചിരിക്കും. അത്രയ്ക്ക് കൊച്ചു പിള്ളേരുടെ മനസ്സാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ മിക്കവാറും സാറിൻ്റെ അടുത്ത് പോയിരുന്നു എന്തൊക്കെയുള്ള മണ്ടത്തരം വിട്ടത്തിലൊക്കെ പറയും സാറിന്റെ ചിരിക്കാനാണ് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സാറിന്റെ ഈ റിട്ടയർമെന്റ് ജീവിതത്തിൽ എനിക്ക് സാറിനോട് പറയാനുള്ളത്, ഞാൻ കേൾക്കുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇപ്പം മറ്റേ സാറ് പറഞ്ഞ പോലെ 4 പേര് ചെയ്യേണ്ട പണി സാറ് ചെയ്യുന്നത് അത്രയും വർഷം കണ്ട ഒരാളാണ് ഞാൻ. കാരണം എല്ലാ കാര്യങ്ങളും സാറ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ ബാങ്കിൽ പോകുന്നു, പോളിസി എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും സാർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഇത്രയും വർഷങ്ങളിൽ സാർ നല്ല രീതിയിൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒക്കെ ഒരു മനുഷ്യന് സ്ട്രെസ് എത്രമാത്രം അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ചിട്ടുള്ള ആളെന്ന രീതിയിൽ ഇനി വിശ്രമത്തിലെത്തും സാറിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ ഈ തിരക്കിനിടയിൽ വായിക്കാൻ മറന്നുപോയ പുസ്തകങ്ങൾ, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ് എല്ലാവരും. അപ്പൊ റിട്ടയർമെന്റ് ജീവിതം സാറിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാർ സന്തോഷത്തോടെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്ന് പറയാൻ കാരണം പലരും റിട്ടയർമെന്റിന് ശേഷം വീണ്ടും അടുത്ത ജോലിക്ക് ശ്രമിക്കുന്ന ഒരാളാണ്. അതായത് വീണ്ടും അവർ ഇതേ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. പക്ഷെ റിട്ടയർമെന്റ് ജീവിതം കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ സാറിനോട് പറയുന്നത്. അതുകൊണ്ട് സാർ സന്തോഷമായിട്ട് ഇങ്ങനെയുള്ള കാലം
സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഞാൻ ആശംസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സാറിനെ കുറിച്ച് ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ നമ്മൾ മറന്നു പോകുന്ന ഒരാളല്ല. പലര് നമ്മള് മറന്നു പോകും, പക്ഷെ സാറിനോട് കുറച്ച് നേരം സംസാരിച്ചാൽ പിന്നെ നമുക്ക് മറക്കത്തില്ല. അങ്ങനത്തെ ഒരാളാണ് സാർ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സാറിനെ കുറിച്ച് എന്തുപോലെ സംസാരിക്കാനുണ്ടെങ്കിൽ മണിക്കൂടൊക്കെ കടന്നു വരിക, പറയുക.